നടി എന്നതിലുപരി അവതാരികയായിട്ടും ശ്രദ്ധേയമായ താരമാണ് ആര്യ. ബഡായ് ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെയാണ് ആര്യ ജനപ്രീതി നേടുന്നത്. അവിടെ നിന്നിങ്ങോട്ട് നിരവധി ടെലിവിഷൻ പരിപാടികളിലും സ്റ്റേജ് ഷോകളിലും ഒക്കെ അവതാരികയായി നടി പ്രത്യക്ഷപ്പെട്ടു. ഇടയ്ക്ക് ബിഗ് ബോസ് ഷോയിലേക്ക് പോയതോടുകൂടിയാണ് ആര്യ കൂടുതലായും വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. മാത്രമല്ല, ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർട്ട് മ്യൂസിക് ആരാധ്യം പാടും എന്ന പരിപാടിയിലും ആര്യ അവതാരികയായി എത്തിയിരുന്നു. ഇതും വലിയ പ്രശംസ നേടിക്കൊടുത്തു. ഇടയ്ക്ക് ഈ പരിപാടിയിൽ നിന്നും ആര്യയെ മാറ്റി മറ്റു ചിലർ എത്തുകയും ചെയ്തു. ഇപ്പോഴത്തെ ഷോയെപ്പറ്റി നടി പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധേയമാവുന്നത്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ആര്യ. വ്യക്തിജീവിതത്തെ പറ്റിയും പ്രൊഫഷണൽ ലൈഫിനെ പറ്റിയുമൊക്കെ നിരവധി ചോദ്യങ്ങളാണ് ആര്യയോട് പലരും ചോദിച്ചത്. എല്ലാത്തിനും കൃത്യമായ ഉത്തരങ്ങൾ നടി പറയുകയും ചെയ്തു. ഇതിനിടെയാണ് ഇനി സ്റ്റാർട്ട് മ്യൂസിക്കിൽ ചേച്ചി പോകുമോ എന്ന് ഒരാൾ ആര്യയോട് ചോദിച്ചത്. എന്റെ ഭാഗത്തു നിന്നും ആ ഷോയുടെ ഭാഗമാവുന്നതിന് എന്ത് കുഴപ്പമാണുള്ളത്? അതെന്റെ ജോലിയാണ്. എന്റെ ജോലി ഞാനേറെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. രഞ്ജിനി ചേച്ചി ലാൽ സാറിന്റെ പിറന്നാൾ എപ്പിസോഡിൽ അവതാരികയായി പോയത് ചാനൽ എന്നോട് ചെയ്ത മധുര പ്രതികാരമായാണ് ദിയാസന അടുത്തിടെ നടന്ന ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടത്. അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ അവർക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അടുത്തിടെ ഞാൻ ചാനലിന്റെ ഹെഡായ കിഷൻ സാറുമായി സ്റ്റാർട്ട് മ്യൂസിക്കിനെ പറ്റി സംസാരിച്ചിരുന്നു. അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അപ്ഡേഷൻ അറിയിക്കാമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ചാനൽ ഹെഡിനെയോ അതോ ദിയാസനയെയോ? ഇവിടെ ഇപ്പോൾ ആരെ വിശ്വസിക്കണമെന്ന് എനിക്ക് അറിയില്ല. ആ പരിപാടി ലോഞ്ചായി കഴിയുമ്പോൾ നമുക്കെല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു എന്നും ആര്യ പറയുന്നു. കാഞ്ചീപുരം എന്ന സാരി ബിസിനസ് തുടങ്ങിയത് ശരിയായ തീരുമാനമാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ എന്നും ഒരാൾ ചോദിച്ചിരുന്നു. 200% അത് ശരിയായ തീരുമാനമായിരുന്നു. മീഡിയ ഫീൽഡ് എന്ന് പറയുന്നത് പ്രവചിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇൻഡസ്ട്രിയിൽ അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കാഞ്ചീപുരം എനിക്കൊരു ഇന്ധനം പോലെയാണ്. അതുപോലെ എല്ലാവർക്കും എന്നെ തിരുവനന്തപുരത്ത് വെച്ച് കാണുകയും ചെയ്യാമെന്നും ആര്യ പറയുന്നു.